ഇന്ന് നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല സോഫ്റ്റ് ബോളി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 4-5 മണിക്കൂറൊന്ന് കുതിർക്കാൻ വെക്കാം. കുതിർത്തെടുത്താൽ പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ബോളി ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് അതിൻ്റെ മാവൊന്ന് റെഡിയാക്കി വെക്കാം. ആദ്യം നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പൊടിക്കാത്ത ഏലക്കയാണെങ്കിൽ ഒരു 2-3 ഏലക്ക ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു ബൗളിലേക്ക് ഒരു 3/4 കപ്പ് മൈദമാവ് എടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ചെറിയ രീതിയിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നൊരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. 4.5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചത്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കയ്യിൽ ഒട്ടാതിരിക്കാൻ കയ്യിൽ കുറച്ച് നല്ലെണ്ണ ആക്കിയിട്ട് കുഴച്ചാൽ മതി. 2-3 പ്രാവശ്യമായിട്ട് 1 ടീസ്പൂൺ വരെ നല്ലെണ്ണ നമുക്കിതിലേക്ക് ചേർക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കയ്യിലെടുത്താൽ ഉതിർന്ന് പോരുന്നൊരു പരുവത്തിനായിരിക്കണം മാവിരിക്കേണ്ടത്. ഇനി ഈ മാവ് 1 മണിക്കൂറോളം നല്ലെണ്ണയിൽ മുക്കി വെക്കണം. മാവ് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള നല്ലെണ്ണ ഒഴിക്കാം. 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണിപ്പോൾ ഞാൻ ഒഴിച്ചത്. ഈ എണ്ണ മാവിൽ പിടിക്കൊന്നും ചെയ്യില്ല. ഇത് മുഴുവനായിട്ടും നമ്മൾ ഊറ്റി ഒഴിവാക്കും. ഇത് 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇപ്പോൾ 5 മണിക്കൂറായി. ഇനി ഇത് വേവിച്ചെടുക്കാം. ഒരു കുക്കറിലേക്കിടാം. 1/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം. കുക്കറിൽ നിന്ന് ഒറ്റ വിസിൽ പോയാൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. കുതിർക്കാത്ത പരിപ്പാണെങ്കിൽ കുറച്ചധികം സമയം വേവിക്കണം. പരിപ്പിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളത്തിൽ കലങ്ങി പോകുന്ന രീതിയിൽ വെന്ത് ഉടയരുത്. വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. കൈകൊണ്ട് ഉടച്ച് നോക്കിയാൽ പെട്ടെന്ന് ഉടയുന്ന പരുവത്തിലായിരിക്കണം. ഇതൊന്ന് ഊറ്റി വെക്കാം. പരിപ്പ് തണുത്തതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് തരികളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ അരച്ചെടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരച്ച പരിപ്പിട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് വെച്ചാൽ മതി. നിർത്താതെ ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരും. കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാനൊക്കെ പാകത്തിനാവുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് വേഗം തന്നെ മാറ്റണം. അല്ലെങ്കിൽ കൂടുതൽ ഡ്രൈ ആവും. ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയായി വരും. ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കയ്യിൽ ഒരല്പം നെയ്യ് തടവി കൊടുത്താൽ മതി. ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് എടുത്താൽ മതി. നമ്മുടെ മൈദമാവിൽ എണ്ണ മുഴുവനായിട്ടും ഊറ്റി മാറ്റാം. ഇനി ചെറിയൊരു പീസ് മൈദമാവ് എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. നടുക്ക് കടലമാവ് വെച്ചിട്ട് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ ബാക്കി വരുന്ന മാവ് മുറിച്ച് മാറ്റണം. മൈദമാവ് കൂടിക്കഴിഞ്ഞാൽ ബോളിക്ക് സോഫ്റ്റ്നെസ് കുറയും. പരത്തുമ്പോൾ ഒരു പാട പോലെ മൈദമാവ് ഉണ്ടായാൽ മതി. ഓരോന്നും അപ്പോൾ തന്നെ പരത്തിയെടുക്കണം. ഇനി അരിപ്പൊടിയിലൊന്ന് മുക്കിയിട്ട് പരത്തിയെടുക്കാം. വളരെ കനം കുറച്ച് നൈസായിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുത്താൽ വേഗം തന്നെ ചുട്ടെടുക്കാം. ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം മീഡിയം തീയിലും ലോ ഫ്ലെയിമിലുമായിട്ട് വെച്ച് ചുട്ടെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് വരും. 2-3 പ്രാവശ്യമായിട്ടൊന്ന് തിരിച്ചു മറിച്ചു ഇട്ട് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോൾ 2 ഭാഗത്തും അല്പം നെയ്യ് പുരട്ടിയിട്ട് പാനിൽ നിന്നും മാറ്റാം.
ബോളി വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. സാധാരണ സദ്യയിൽ പായസത്തിൻ്റെ കൂടെയാണ് ബോളി കഴിക്കാറ്. അടപ്പായസത്തിൻ്റെ കൂടെയോ സേമിയ പായസത്തിൻ്റെ കൂടെയോ ഏത് പായസത്തിൻ്റെ കൂടെയാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.